ഹലോ. ഈ ഡയറി മേടിച്ചിട്ട് അന്ന് തുടക്കത്തെ എഴുതിയല്ല അതൊന്നും എഴുതിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെറിയതായിട്ട് നോൺ കോസ്റ്റ് ആയിട്ടൊരു വിൻഡോജ് ജേർണലുണ്ട് യൂസ് ചെയ്താലോ എന്ന് വിചാരിക്കുകയായിരുന്നേ. വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതണം എന്നിങ്ങനെ തോന്നുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യും. വിൻറ്റേജ് എന്നൊന്നുമില്ല, ഒരു ചെറിയൊരു ബുള്ളറ്റ് ജേർണലോ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെ. ഒന്നും സാധനങ്ങൾ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതല്ല. നമ്മൾ ഈ പാഴ്സലൊക്കെ കൊണ്ടുവരികയും ഫുഡൊക്കെ ഡെലിവറിയൊക്കെ ചെയ്യുമ്പോഴും ഇപ്പം ബ്രൗൺ പേപ്പർ കിട്ടില്ല, അത് വെച്ചാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചെറുതൊക്കെ വരച്ചതുമൊക്കെ, അതും അല്ലാതെ വേറെ ഒരു സാധനം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ കൂടുതൽ ബ്രൗൺ കൊണ്ട് ചെയ്യണമെന്ന് വിചാരിക്കണം. ബ്രൗൺ പേന അത്ര ചലിക്കുമെന്ന് തോന്നത്തില്ല. എന്നാലും നമ്മൾ സൺഡേ ടു നമ്മുടെ സൺഡേ സാറ്റർഡേ മൺഡേ എല്ലാ ദിവസവും 7 ദിവസത്തെയും കാര്യങ്ങൾ നമ്മളിതിനകത്ത് ജസ്റ്റ് ഒന്ന് കോളം വരച്ച് കൊടുക്കുക. നമുക്ക് ഡെയിലി ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് മെൻഷൻ ചെയ്ത് വെക്കാമല്ലോ. നമ്മളിപ്പം ഞാനാണ് കൂടുതൽ ക്രാഫ്റ്റിൻ്റെ കാര്യങ്ങൾ എഴുതും. ചിലപ്പോൾ എന്തെങ്കിലും എക്സാംസോ എന്തെങ്കിലും പിള്ളേർക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ് മെൻഷൻ ചെയ്യണം, അതൊക്കെയാണ് കൂടുതൽ ഇങ്ങനെ ഡയറിക്കകത്ത് എഴുതാവുള്ളത്. പിന്നെ ഇതിനകത്ത് നമ്മൾ പൈസ ചിലവില്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നതാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ഡേറ്റ് ആദ്യമേ മെൻഷൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ വർഷത്തെ ജനുവരി മാസത്തെ മാത്രമാണ് ഞാനിപ്പം മെൻഷൻ ചെയ്യുന്നത്. അപ്പം ചെറിയ ചെറിയ കോളം വിട്ടിരിക്കും, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ അതിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടി. ഇത് സ്വിഗ്ഗിയിൽ നിന്നാണോ ഇതിനകത്തുനിന്നാണോ ഒരു സാധനം മേടിച്ചപ്പോൾ കിട്ടി. അതിനകത്ത് ഇങ്ങനെ ഒരു കോയിൻ പോലെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കപ്പം കോയിൻ്റെ ആയിട്ടുള്ള സ്റ്റാമ്പ്സ് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചുമ്മാ ഒരു ബ്രൗൺ കളറും ഒരു ബ്ലാക്ക് കളറും സ്റ്റാമ്പ് അതിൽ തന്നെ ഉള്ളത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാനൊരു കോളം വിട്ടിട്ടുണ്ട്, അതിനകത്ത് ടാസ്കൊക്കെ എഴുതാനും എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ്. പിന്നെ ഈ ബട്ടർഫ്ലൈ ഒക്കെ നമ്മൾ തന്നെത്താനെ വരച്ചുണ്ടാക്കിയതാണ്, അല്ലാതെ ഇത് സ്റ്റിക്കറൊന്നുമല്ല. അപ്പം എല്ലാം നമുക്ക് തന്നെത്താനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കൊരു പൈസ ചിലവില്ലാതെ നമ്മുടെ ഡയറി ഒന്ന് സുന്ദരമാക്കി വെക്കുകയും ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുകയും ചെയ്യാം, അല്ലേ? ഇപ്പം പല കാര്യങ്ങളും നമുക്ക് ഓർത്ത് വെക്കും. ചിലതൊക്കെ നമ്മൾ നാളെ എഴുതാം അല്ലെങ്കിൽ നാളെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് മെൻഷൻ ചെയ്ത് വെച്ചാൽ പിന്നെ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഡയറി എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാമല്ലോ. ജനുവരി എന്ന് പറയുന്നത് തുടങ്ങുന്നതേ ഉള്ളൂ. 2025 തുടങ്ങിയെങ്കിലും ഇങ്ങനെ നമ്മൾ പതുക്കെ ഇങ്ങനെ പോവുകയാണെങ്കിലും പെട്ടെന്നായിരിക്കും ചിലപ്പോൾ 2025 തീരുന്നത്. അപ്പോൾ അതായിരിക്കും നമ്മൾ ഓർക്കുന്നത് നമുക്ക് പല സാധനങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ 2024 വിചാരിച്ചിട്ടുണ്ട് ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ. അതൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാമെന്ന് വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് എഴുതുന്നത്. നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരിക്കുമല്ലേ? പിന്നെ വിൻറ്റേജ് തീം എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് വിൻറ്റേജ് തീമിന് ഈ ബ്രൗൺ കളർ വരണമെന്നൊന്നുമില്ല. വേറെ കളേഴ്സൊക്കെ ഉണ്ട്, വിൻറ്റേജ് കളേഴ്സായിട്ടുണ്ട്, അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്കേഴ്സൊക്കെ മേടിച്ചൊടിക്കാം. പക്ഷേ അതൊന്നും ഇല്ലാതെ തന്നെ ഞാൻ ഉണ്ടാക്കിയതുണ്ട്. ആ പേപ്പർ മേടിച്ചതിനകത്തില്ലേ, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ഫുഡ് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ബ്രൗൺ പേപ്പർ പാക്കേജ് ഉണ്ടായിരുന്നേ. ഇപ്പോൾ കണ്ടില്ലേ, ഈ സ്വിഗ്ഗിക്കകത്തും സെപ്റ്റോയും ആമസോണിനകത്തൊക്കെ വരുന്നതിനകത്ത് ഇങ്ങനെ കവർ, അതിൻ്റെ വെളിയിൽ കുറേ ഇങ്ങനെ ഡയഗ്രംസ്, കുറേ സാധനങ്ങൾ ഇങ്ങനെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ഇമേജസിനകത്തുനിന്ന് കട്ട് ചെയ്ത് ഇതെല്ലാം അതിനകത്തുനിന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം 2025 ജനുവരി എന്ന് പറയുന്ന ഒരു ബട്ടർഫ്ലൈ തീമിലായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. അത് വിൻറ്റേജ് ആയാലും എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് എന്തുവാ, ഒരു ചെറിയ പുഴുവായിട്ട് ജനിച്ചാൽ അത് എത്ര പെട്ടെന്നാണ് ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്, അല്ലേ? ഒരു ചെറിയൊരു പുഴുവായിട്ട് ജനിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചും ആ പുഴുവിൻ്റെ ജീവിതം തീർന്നു പോകുന്നു വയ്ക്കും. പക്ഷേ ഇല്ല, അത് പെട്ടെന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അത് സുന്ദരമായ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് വളർന്നു പോകുന്നത്, അല്ലേ? അപ്പോൾ അത്രയ്ക്ക് വർണ്ണങ്ങളായിട്ട് ഒരു പ്രതീക്ഷയെ തരുന്നതാണ് നമ്മുടെ 2025 എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ബട്ടർഫ്ലൈ തീം എടുത്തത്. പിന്നെ എനിക്ക് അല്ലേ തന്നെ ബട്ടർഫ്ലൈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് വേറെ ഒരു ഇത്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, നല്ല വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു കവർ പേജ് മാത്രം ഉണ്ടാക്കുന്നത്. ബാക്കി നമുക്ക് മൂഡ് ട്രാക്കറൊക്കെ ഉണ്ടാക്കും പതിപടിയായിട്ട്. അതിനു വേണ്ടി ഒരു ചെറിയൊരു കോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെങ്കിലും കോട്ടൊക്കെ എഴുതാം കേട്ടോ. നമ്മുടെ ഇഷ്ടമല്ലേ, നമ്മുടെ ഡയറിക്കകത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്, അല്ലേ? ഇത് നിങ്ങൾക്ക് പിന്നെ പോയമൊക്കെ വരയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ എഴുതണമെങ്കിൽ അതൊക്കെ എഴുതാൻ പറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ചെറിയ കോട്ട് എഴുതി അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വലിയ കളേഴ്സും ആഡംബരങ്ങളൊന്നും കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും തീം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ജേർണലിംഗ് എന്ന ടൈപ്പിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മേടിച്ചൊരു ഡയറി അത് യൂസ്ഫുൾ ആയിരിക്കണം, നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ചെയ്യണം. ഇത് നമ്മളൊരു സ്റ്റെപ്പൊന്നും ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ലേ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്തും അതിനകത്ത് ചെയ്താൽ ആർക്കും പറയാനില്ല, അല്ലേ? അങ്ങനെ ആയിരിക്കുമല്ലോ ജേർണലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ക്രാഫ്റ്റും മറ്റേ ഡ്രോയിങ്ങിനൊക്കെ ഓരോ നിയമങ്ങളുണ്ട്. അങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ വരയ്ക്കണം, അങ്ങനെ ചെയ്തെങ്കിൽ ശരിയെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റെപ്സ് തെറ്റിപ്പോയാൽ നമ്മുടെ
എല്ലാം തെറ്റിപ്പോഴും. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ചെയ്യണ്ടല്ലോ. ഇതാരും നമ്മളെ നോക്കി നമ്മളോട് പരിശോധിച്ച് ഇത് തെറ്റാണ് ശരിയാണെന്ന് പറയാൻ വരത്തുമില്ല ഇല്ലേ? അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ജീവിതത്തിൽ വല്ലപ്പോഴും, അത് ഞാൻ എന്നും ഒന്നും ചെയ്യാറൊന്നുമില്ല ഇത് കേട്ടോ. വല്ലപ്പോഴും ഇങ്ങനെ തൊയ്യണം തോന്നുമ്പം ചെയ്തു. അപ്പോൾ ഇന്നലെ ചെയ്തപ്പോൾ ഞാൻ വെച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കാമെന്ന് വെച്ചു. പിന്നെ ഞാൻ വലിയ പ്രോയൊന്നുമല്ല ഇതിനൊന്ന് ചെയ്യാനൊക്കെ, ഇങ്ങനെ ചെയ്ത് ഡെയിലി ചെയ്യുന്ന പരിപാടിയൊന്നും അല്ലാത്ത കൊണ്ടും പിന്നെ ശാന്തമായിട്ടിരിക്കും നമുക്ക് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഇഷ്ടമൊക്കെ കുറിക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു പ്രത്യേക സുഖം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2025 എൻ്റെ ഇങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ നിരാശ വിചാരിക്കുന്ന സമയത്ത് ഈ ബട്ടർഫ്ലൈയും നമ്മുടെ പ്രകൃതിയിലുള്ള പല കാര്യങ്ങൾ കാണുമ്പം നമ്മളൊരു ഇൻസ്പിറേഷൻ എടുത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, നമ്മൾ ശ്രമിച്ചാൽ പറ്റും എന്നുള്ളൊരു ചിന്ത. അപ്പോൾ അത് നടക്കുമോ നടക്കില്ലയോ എന്നുള്ളത് ബാക്കിയാണ്, പക്ഷെ നമ്മൾ ശ്രമിക്കണം, അത്രയേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ശ്രമിച്ച് നിങ്ങളും ജീവിതത്തിനകത്ത് പല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് നിങ്ങളും എന്തെങ്കിലും തുടങ്ങുക. അപ്പോൾ ജനുവരി തുടങ്ങിയോളൂ, ഇനി മാസങ്ങൾ കിടക്കുന്നേ ഉള്ളൂ. പെട്ടെന്ന് നമ്മുടെ കൈവിട്ട് പോകാതെ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബായ്.